കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പെർഫെക്റ്റ് ഹെൽത്തി എന്ന് പറയാം നമുക്ക്. അത്രയ്ക്ക് നല്ലൊരു സ്നാക്കാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിലാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പില്ലെങ്കിൽ സാധാരണ ഒരു നോർമൽ ഗ്ലാസ്സിലെടുത്താലും മതി. എല്ലാ സാധനങ്ങളും അതിൽ തന്നെ അളന്നെടുത്താൽ മതിയാകും. ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് സേമിയ ചേർക്കുമ്പോൾ അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത സേമിയാണ് വാങ്ങിയിരിക്കുന്നത്. അല്ലാണ്ട് നീളത്തിനുള്ള സേമിയ കിട്ടുമല്ലോ, അത് വാങ്ങിയിട്ട് അത് ഒടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ചൊന്ന് വേകട്ടെ. ഒരുപാട് വെന്ത് കുഴഞ്ഞ് പായസമാക്കി എടുക്കരുത്. ഇതൊരു 1/4 വേഗമാകുമ്പോഴേക്കും എടുക്കുക. ഇതാ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് പൊട്ടി വരണം. അപ്പോഴേക്കും നമുക്കതിനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് 1/2 കപ്പ് കരിപ്പട്ടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം, പഞ്ചസാര ചേർക്കാം. ഞാൻ കുറച്ച് ഹെൽത്തി ആയതുകൊണ്ട് 1/2 കപ്പ് കരിപ്പട്ടിയിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കുന്നുണ്ടേ. ഇതിലെ കട്ടകളെല്ലാം അലിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. കല്ലും പൊടിയും ഒന്നും ഇല്ലാത്ത ശർക്കരയോ കരിപ്പട്ടിയോ ഒക്കെ ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അരിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എന്തായാലും അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലെ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റണം, ഒരുപാട് വറ്റണ്ട. ജസ്റ്റ് അതൊന്ന് തിളച്ച് ഒന്ന് ആ വെള്ളം വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. അതില്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്താലും മതിയാകും. തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അതേപോലെ തന്നെ 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മട്ട അവിലാണ്, വെള്ള അവിൽ വേണമെങ്കിലും അതും ചേർക്കാവുന്നതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ഏലക്കയുടെ കുരു ഒന്ന് ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെ പൊടിയാണെങ്കിൽ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർക്കാവുന്നതാണ്. ഏലക്കാപ്പൊടി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഏലക്കയുടെ തൊലി എടുക്കാതെ അതിനുള്ള കുരു മാത്രം എടുത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ, നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർക്കാം. കുഞ്ഞുങ്ങൾക്ക് ഇതിൽ കപ്പലണ്ടി കടിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് കപ്പലണ്ടി ചേർക്കുന്നുണ്ട്. ഒരു 10 കാഷ്യൂസ് എടുത്ത് അതിനെയും ക്രഷ് ചെയ്തിലേക്ക് ചേർക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കപ്പലണ്ടിയും കാഷ്യൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കപ്പലണ്ടിയും കാഷ്യൂ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ഇപ്പോഴും ആ ശർക്കരപ്പാനിയുടെ കുറച്ച് നനവുണ്ട്. ഇതങ്ങ് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്. ഈ സേമിയ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഒരുപാട് നേരം വെച്ചിരുന്ന് അത് ഡ്രൈ ആയി പോകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. നമ്മൾ ഈ ശർക്കര, കരിപ്പട്ടി അങ്ങനെയൊക്കെ ചേർത്ത് ഏത് സാധനം ഉണ്ടാക്കിയാലും അതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. ഈ ശർക്കരയുടെയൊക്കെ ആ ഒരു കുത്തുണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടും. ഇനിയിപ്പോൾ ആ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ടിപ്പോൾ നമ്മളിതിനെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നമ്മുടെ മിക്സിനെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പാച്ചുല വെച്ച് പ്രസ് ചെയ്തെടുക്കുക. സ്പാച്ചുല വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് അത് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിത് ഡീമോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. ഇനി നമുക്കിതിനെ ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് തുടങ്ങാം. ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇത് അതിലേക്ക് വെച്ച് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്കാകുമ്പോഴേക്കും നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ആ സൈഡ് കത്തി കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് വിടുവിച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുത്ത് എടുക്കാവുന്നതാണ്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് കഴിക്കാം. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു
സ്നാക്കാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.